തള്ള പോലും സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും ഭാര്യ രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ അങ്ങനെ നമ്മുടെ രേണു സുധി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ചു നാളായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വിശ്രമം കൊടുത്തിരിക്കുകയാണ് എന്നാണ് കരുതിയത്. പുള്ളിക്കാരത്തിയുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരത്തി ആ ഒരു റെസ്റ്റിലായിരിക്കും. അതുമായിട്ട് ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി കുറച്ച് ദിവസത്തേക്കിന് കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പം വിവാദങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട എന്ന് കരുതി ഒതുങ്ങി നിൽക്കുകയാണ് എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചത്. അവരെ മിക്ക യൂട്യൂബേഴ്സും അവരുടെ വീഡിയോകൾ ഇപ്പം കുറേ നാളായിട്ട് ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അന്നേരം നമ്മൾ ചിന്തിച്ചു, ഈ സ്ത്രീക്ക് ഇത്രയായിട്ടും പഠിച്ചില്ലല്ലോ എന്ന്. ചില ആളുകൾക്ക് അഹങ്കരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവമായിട്ട് എന്തെങ്കിലും അവർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ശിക്ഷ കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ പശ്ചാത്താപിക്കും, പിന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കും. അങ്ങനെയൊക്കെ നമ്മളൊരു എന്താ പറയുന്ന പ്രാർത്ഥനയും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ഉപദ്രവം വരുത്തരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുങ്ങി കഴിയാൻ നോക്കും. പക്ഷേ എന്നിട്ടും പഠിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ രേണുസുധിയുടെ കാര്യത്തിൽ. പുള്ളിക്കാരത്തിയുടെ 3ാമത്തെ കീമോയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അസുഖമൊക്കെ ആണ് എന്നൊക്കെ അറിയാമെങ്കിലും ഇവർ നേരത്തെ കാണിച്ചിരിക്കുന്ന പ്രവൃത്തികളെയൊക്കെ ആളുകൾ ഇപ്പം ഒന്നും അതിനെക്കുറിച്ചൊന്നും വിമർശിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യില്ല. അവരുടെ അസുഖത്തിൻ്റെ ആ ഒരു കാഠിന്യം എത്രയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മിക്കവരും തന്നെ ഇവരുടെ വീഡിയോകൾ ഒഴിവാക്കി ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. എന്നാൽ പക്ഷേ ഇപ്പം അവർ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കുറച്ച് നാളായിട്ട് അവരുടെ വാർത്തകളൊക്കെ കെട്ടൊടുങ്ങിയപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി ചിന്തിച്ചു കാണും, എന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എനിക്കൊരു എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു സ്ഥാനമില്ല, ഇനിയിപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരാൻ പോവുകയാണ്, അപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യല. എന്നാൽ ഞാനെന്നാൽ കുറച്ച് കാര്യങ്ങൾ പഴയതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം, 1-2 നെഗറ്റീവ് വരുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ പിടിച്ച് റിയാക്ഷൻ വീഡിയോക്കാർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. വീണ്ടും അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും എന്നാണ് ഈ പുള്ളിക്കാരത്തി കരുതിയിരിക്കുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റും അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിക്കഴിഞ്ഞിട്ടും ഇവർ അതേ രീതി പഴയ പോലെ തന്നെ ആണ് ചിന്തിക്കുന്നത്. അവരുടെ വാക്കുകളിലെ കാഠിന്യം ഒന്ന് കേട്ട് നോക്കണം. അത്രയും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടും 3 കീമോ കഴിഞ്ഞു, ഇനി 3 കീമോയോളം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യക്തിയുടെ സംസാരത്തിൻ്റെ കാഠിന്യം, എത്ര പവറിലാണ് അവർ സംസാരിക്കുന്നത്. അതും കിച്ചുവിനെക്കുറിച്ച്, സുധിയുടെ വീട്ടുകാരെക്കുറിച്ച്, സുധിയെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ അവരുടെ സംസാരം കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് രേണുവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണല്ലോ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. രാഹുൽദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവരെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാർ, രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിന്റെ അടി വരുന്ന കമന്റ്സ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. എന്ത് കുരുപൊട്ടനെ, 11 വയസ്സിൽ തള്ള പോലും സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ
ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവള്. ഒന്നും വേണ്ട. ഈ ട്രീറ്റ്മെന്റ് ആ ഒരു സമയത്ത് രേണു ഒരു കാര്യം തൻ്റെ ചാനലിൽ കൂടെ പുറത്തു വിട്ടിരുന്നു. കിച്ചുവിനെ കുറിച്ചായിരുന്നു അത് പറഞ്ഞിരുന്നത്. ഞാൻ നിനക്കും എനിക്കും അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്, അത് ഞാൻ പുറത്തു വിട്ടു കഴിഞ്ഞാൽ നിന്റെ ഫ്യൂച്ചറിനെ വരെയും ബാധിക്കും എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇനി ഇത് എന്തായിരിക്കും? കിച്ചു മദ്യപിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ആ സമയത്ത് എന്തെങ്കിലും മോശമായി പെരുമാറിയോ? അങ്ങനെയൊക്കെ പല ചിന്തകൾ ഇവരിങ്ങനെ ഒരു വിഷയം ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു എന്നാൽ കറക്റ്റ് എന്താണ് കാര്യം എന്നറിയത്തില്ല. എന്നാൽ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു യൂട്യൂബർ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു യൂട്യൂബർ ഈ രേണുവിനെ കിച്ചുവിനെ കുറിച്ച് ഒരു മോശമായിട്ടുള്ളൊരു ഒരു തമ്മിലേൽ ഇട്ട് കൊടുത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ആണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇത് ഇനി ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ അറിയത്തില്ലാത്ത ഈ വിവരം അറിയത്തില്ലാത്ത ആളുകളിലേക്കും കൂടെ ഒന്നും കൂടെ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്യാനാണ് ഈ ശ്രമിക്കുന്നത് തന്നെ. അവർക്ക് ഇനിയെങ്കിലും ഈ അവരുടെ ഈ അസുഖത്തിൻ്റെ ഒരു ഇതൊക്കെ അറിഞ്ഞ് അവർ നല്ല രീതിയിൽ അതുമായിട്ട് മുമ്പോട്ട് വന്ന് അതിന് രേണുവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റർ തന്നെയാണ്. അവരുടെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കാഠിന്യം എത്രത്തോളമാണ് എന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, ആ ചികിത്സാ ചെലവിനെക്കുറിച്ച്, മരുന്നുകളെക്കുറിച്ച്, അവർക്ക് കീമോയ്ക്കൊക്കെ ശേഷം ഉണ്ടായ അനുഭവങ്ങൾ, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നൊരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടോ അങ്ങനെയൊക്കെ തോന്നാം. കാരണം രേണുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രേണു നല്ലൊരു ഫൈറ്റർ തന്നെയാണ്. അവർ ആ രോഗം അറിഞ്ഞിട്ട് പോലും അവരതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു മൈൻഡുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ പുറത്തു വിടുകയാണെങ്കിൽ അവർക്ക് വരുമാനം കിട്ടും, ചികിത്സാ ചെലവിനുമൊക്കെ അതിനുള്ള ഒരു ഉപകരിക്കുകയും ചെയ്യും. പക്ഷേ ഇത് വന്നിട്ട് കുറ്റം ഇവർ പറയുന്നത് കിച്ചുവിനെക്കുറിച്ച്. ഇവർക്ക് എപ്പോഴും കിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് എന്തോ ഒരു വല്ലാത്തൊരു വൈരാഗ്യം പോലെയാണ് സംസാരിക്കുന്നത്. ആ പയ്യനെ 11 വയസ്സ് മുതൽ 18 19 വയസ്സ് വരെ എങ്ങാണ്ട് നോക്കിയെന്ന്. പക്ഷെ ആ സമയം വരെ 18 വയസ്സ് വരെയും ഈ കിച്ചുവിനെ നോക്കിയിരുന്നെങ്കിൽ ആ സമയത്ത് 18 വയസ്സ് വരെ അവൻ്റെ അപ്പനായ കൊല്ലം സുധി ഉണ്ടായിരുന്നു. അപ്പോൾ രേണു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കിച്ചുവിൻ്റെ ചെലവുകളെല്ലാം വഹിച്ചിരുന്നത് കൊല്ലം സുധിയാണ്. അന്നേരം പിന്നെ എങ്ങനെയാണ് ഈ രേണു തന്നെയാണോ നോക്കിയതെന്നുള്ള ഈ കൊല്ലം സുധിയുടെ വരുമാനത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. ആ രേണുവിൻ്റെ കുടുംബം പോലും അവിടെ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചു പറയുന്നുണ്ട്, ലൈഫ് സ്റ്റോറിക്ക് അത് പറയുന്നുണ്ട്, രേണുവിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും ഭർത്താവും എല്ലാം അവിടെ വന്നിരുന്ന ആ വരുമാനം അവരുടെ എല്ലാം ചെലവുകൾ നടത്തിയിരുന്നത് അച്ഛനായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ കടം കയറിയതെന്ന് ഈ കിച്ചു പറയാറുണ്ട്. അപ്പോൾ പറഞ്ഞതാണല്ലോ, അവൻ്റെ ചാനലിൽ കൂടെ പുറത്തു വിട്ട കാര്യമാണ്. അപ്പോൾ ഇതിനെ വന്നിട്ട് ഇങ്ങനെ സുധി നോക്കിയിട്ട് സുധിയാണ് ഈ ചെലവുകളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് ഇതെല്ലാം രേണുവിൻ്റെ ക്രെഡിറ്റ് ആയിട്ടാണ് ഇപ്പോൾ രേണു പറയുന്നത്. ഇപ്പോൾ ആ കൊച്ചൊരു നല്ല രീതിയിൽ ഉയർന്നു പോകുന്നു. ഒരു ടീഷർട്ടിൻ്റെ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേനും പുള്ളിക്കാരത്തിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. കിച്ചുവിനെ അങ്ങ് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് താറടിക്കണം, അവനെ താഴേക്കിടണം എന്നുള്ളൊരു ലെവലിലേക്കാണ്. അതുപോലെ തന്നെ സുധിയുടെ വീട്ടുകാരെ പറയുന്നുണ്ട്, അവരാരും തന്നെ രേണുവിനെക്കുറിച്ച് മോശമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഇങ്ങനെ കിടന്ന് അർമാദിക്കുകയും ബഹളം വെക്കുകയും ചെയ്തിട്ടും ഈ പുള്ളിക്കാരത്തിയെക്കുറിച്ച് സുധിയുടെ അമ്മയുണ്ട്, അതുപോലെ തന്നെ സഹോദരനുണ്ട്, ഇവരാരും ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ ഏത് നേരവും സുധിച്ചേട്ടൻ, എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സുധിയെ പറ്റി പറയുന്നതോ രണ്ടാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ചിരുന്ന ആ ആളെയാണ് ഞാൻ സ്വീകരിച്ചത് എന്നുള്ളത്. അത് ഇവരുടെ എന്തോ ഒരു വലിയൊരു ദയ കൊണ്ടാണ് സുധിക്ക് ഈ രേണുവിനെ കിട്ടിയത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ രേണു പറഞ്ഞുണ്ടാക്കി ഇപ്പം വെച്ചിരിക്കുന്ന പോലും. അപ്പോൾ അങ്ങനെ ഈ രേണുവിൻ്റെ എന്താണ് ഇപ്പോഴും മാറ്റം വരുത്താത്തത്? ഇത്രയധികം അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നെഗറ്റീവുകൾ വരുത്തിയ വ്യക്തിയാണ്. ഒരുപാട് ആളുകൾ ഇവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ അസുഖം ആ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കിന് ഈ വിമർശിച്ചിരുന്ന വായിൽ തന്നെ പലരും, ഞാൻ ഉൾപ്പെടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്ന പല ആളുകളും രേണുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണം. ഒരു കുഞ്ഞു കുട്ടിയുള്ളതാണ്. അതുപോലെ തന്നെ രേണുവിന് അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഇനി അവൾക്ക് ജീവിതം മുമ്പോട്ട് കിടക്കണം. അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം കാര്യങ്ങൾ ഓർത്ത് നമ്മൾ രേണുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ രേണുവിൻ്റെ വായ ഒരിക്കലും അത്
ഒന്ന് അടങ്ങി വെക്കാൻ പറ്റുന്നില്ല. അതും സംസാരിച്ചോട്ടെ, അവർ വീഡിയോ ചെയ്തോട്ടെ, അവർക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചാനലിൽ വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ചാനലിൽ വന്നിട്ട് വീഡിയോ ചെയ്തോട്ടെ. പക്ഷേ ഇത് ഈ മറ്റുള്ളവരോടുള്ള ആ ഒരു ദേഷ്യം ഈ സമയത്തും വെച്ച് പുലർത്തി സംസാരിച്ച് ഈ ഒരു മൂന്നാമത്തെ ഒരു കീമോയും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വ്യക്തി ഇതുപോലെ വന്നൊരു ഇൻ്റർവ്യൂ കൊടുത്ത് മറ്റുള്ളവരോടുള്ള ആ പഴയ രീതിയിലുള്ള അതേ രീതിയിലുള്ള സംസാര ശീലവുമായിട്ട് വീണ്ടും ആ ശൈലിയായിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ്. ഇപ്പോഴും രേണു പഠിച്ചിട്ടില്ല എന്ന അനുഭവം, സ്വന്തം ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും വന്ന് അവരോടുള്ള ആ ഒരു സ്നേഹം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ ആളുകളെയൊക്കെയാണ് ഇപ്പം വീണ്ടും രേണുവിന് എതിരായിട്ട് കൊണ്ടുവരുന്നത്. വീണ്ടും അവർ നെഗറ്റീവ് അവർ സ്വയം വരുത്തുകയാണ്. അവർക്ക് റീച്ച് മാത്രം മതി, അവർക്ക് നേരത്തെയും റീച്ച് മതി, ഇപ്പോഴും അവർക്ക് റീച്ച് മതി. അവർക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരുടെ പേര് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. കുറച്ച് നാളായിട്ട് അവർക്കൊരു ഗ്യാപ്പ് വന്നപ്പോൾ അവരത് ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ പോലും അവർക്ക് വീണ്ടും അവരെ മാത്രം ഫോക്കസ് ചെയ്യണം എല്ലാവരും. സോഷ്യൽ മീഡിയയിൽ ഇവർ റീച്ചായിട്ട് എപ്പോഴും രേണുസുതി എന്നൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ കാണണം എന്നുള്ള ആ ഒരു മനസ്ഥിതി കൊണ്ടായിരിക്കാം അവർ ഈ ഒരു അവസ്ഥയിൽ പോലും അവർ ഇതുപോലെ വന്നിട്ട് നെഗറ്റീവ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.